അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ചാവുന്നതിന് മുമ്പ് ഒരു കൊച്ചിനെ എടുത്തിട്ട് ചാവണം. നിന്റെ രണ്ടൊക്കത്തും എടുക്കാൻ കുഞ്ഞിനെ കൊണ്ട് നീ എലോഹിമി വരും. നിനക്ക് തലമുറ തരാൻ പോവാ ദൈവം. ചേച്ചിയുടെ പേര് പറ. മായ. പിള്ളേരുണ്ടോ? എത്ര ആളെ കല്യാണം കഴിഞ്ഞിട്ടാ? 15 വർഷം. പിള്ളേരുണ്ടാവോ? അറിയില്ല. പക്ഷെ കർത്താവിനോട് പറയാ, നിനക്ക് തലമുറ തരാൻ പോവാ ദൈവം. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആദരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ച് ഇവിടെ അധ്യായത്തെ ദൈവം പുതുതായിട്ട് ഇന്ന് രാവിലെ എഴുതാനായിട്ട് പോവാ. അർത്ഥമനഘടക ശബ്ദര ധിയാനകസിയ രേതപ്രവൽക്കമനഘടക ശബ്ദര. ഒത്തിരി കരഞ്ഞല്ലേ? എന്നോട് ദൈവം പറയുവാ, നിന്റെ രണ്ടൊക്കത്തും എടുക്കാൻ കുഞ്ഞിനെ കൊണ്ട് നീ എലോഹിമി വരും. നീ ആയുസിൽ ഒരുപാട് കരഞ്ഞത് ദൈവത്തിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. നിന്റെ കുടുംബത്തിന്റെ തകർച്ച നോക്കി നിൽക്കുന്ന ഒരുപറ്റം ആളുകളുടെ നടുക്കാ നീ നിൽക്കുന്നേ. നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുക അല്ലേ? ചേച്ചി എന്നെ ആദ്യം കാണല്ലേ? ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ യേശു എന്നോട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതം എല്ലാം അടിമുടി മാറും. നിങ്ങൾക്ക് തലമുറയെ ദൈവം തരും. നിങ്ങൾ യേശുവിന്റെ സാക്ഷിയാവും. എന്തിനാ ദൈവം നിങ്ങൾക്ക് ജീവൻ തന്നെന്നറിയോ? ഒത്തിരി കരഞ്ഞില്ലേ? ജീവൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? ഒത്തിരി. ക്യാൻസർ ഉണ്ടോ ശരീരത്ത്? ക്യാൻസർ ശരീരത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. ദാണ്ട് അടുത്ത ടെസ്റ്റ് ഡോക്ടർ പറയും ക്യാൻസർ ഈ ശരീരത്തില്ലെന്ന് പറയും. അത്ഭുതം പോലെ. എത്ര വയസ്സായി? 49. സഭയൊന്ന് പ്രാർത്ഥിച്ച്. നമ്മള് 55 വയസ്സുള്ള ആളിന് വേണ്ടി പ്രാർത്ഥിച്ച് പിള്ളേരുണ്ടായിട്ടുണ്ട്. മഹാദേവറയ്യർ വൈക്കം ക്ഷേത്രത്തിലെ പോറ്റി. നിങ്ങൾക്ക് പിള്ളേരുണ്ടാവാൻ പോവാ. 2-3 കുഴപ്പമുണ്ട്. കുഴപ്പമൊക്കെ ഞാൻ കാതി പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട്. നിങ്ങളെ ഇഷ്ടമല്ലാത്തവരുണ്ട് കേട്ടോ, അറിയാലോ. അവരൊക്കെ തന്നെയാ. ഇതെല്ലാം കിട്ടുമെന്നാ വിചാരിക്കുന്നേ. ഒന്നും കിട്ടുകയല്ല. നിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച പിള്ളേര് ഈ നന്മയെല്ലാം കരസ്ഥമാക്കുമെന്ന് കർത്താവ് ഇന്ന് രാവിലെ ഒരു കാര്യം കൂടെ പറയുക. ഈ ചേട്ടനിങ്ങോട്ട് ഭയങ്കര സ്നേഹമാ. ഭർത്താവിന് സ്നേഹമാ ആണോ? ഇല്ലയോ? ഭയങ്കര സ്നേഹമാ ശരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ചാവുന്നതിന് മുമ്പ് ഒരു കൊച്ചിനെ എടുത്തിട്ട് ചാവണം. എന്നോട് ദൈവം പറയുക, അതിന്റെ പ്രോസസ്സിങ് രാവിലെ തുടങ്ങാൻ പോവാ. നിങ്ങൾ വീട് വെച്ച സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആധിപത്യം ഉണ്ട്. കൈയടിച്ചു വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ കൈയടിച്ച് അല്പനിമിഷം യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഒരു ദൂതും കൂടെ ഞാൻ പറയുക. ചേട്ടാ, എന്നോട് കർത്താവ് ഒരു ദൂതും കൂടെ പറയുക. നിങ്ങളുടെ വീട്ടിൽ മരണപ്പന്തൽ വരച്ചു കെട്ടുമെന്ന് പലരും വിചാരിച്ചു. സത്യം അല്ലേ? അവരെ പുച്ഛം പറയുകയും ചെയ്തു, ഷിബു തീർന്നെന്ന്. പക്ഷെ ദൈവം പറയുക, ഷിബു തീർന്നിട്ടില്ല, തുടങ്ങാൻ പോവാ. ഇന്ന് രാവിലെ ഒരു എക്സ്റ്റൻഷൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച്. ചേച്ചി, എത്ര വർഷം സ്നേഹിച്ചാ കിട്ടിയേ? കല്യാണത്തിന് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. ഇത് നടക്കുകയില്ലെന്നൊക്കെ വിചാരിച്ച നമ്മൾ ഒറ്റക്കാലെ നിന്നു കയറി. അതാ കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കുക. വേണ്ട, നിങ്ങളെ കർത്താവിനെ വിളിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കണം. തലമുറയെ ദൈവം തരും. ഞാൻ കാതി പറഞ്ഞൊക്കെ വേണ്ടെന്ന് വെക്കണം. നിങ്ങളെ സൗഖ്യമാകും.
ക്യാൻസർ ഇല്ലെന്ന് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് എലോഹിമിക്ക് ഒരു സാക്ഷ്യം പറയും. കർത്താവ് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റും. നിങ്ങൾ കരഞ്ഞ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ഇന്ന് രാവിലെ ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ കൈയടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഉടപ്രബലക സന്തന ധിയാനഗസിയ രേതമൽ പ്രഭം ശൈഡമനഗടഗസിയ. ചേട്ടന് യേശുവിനെ വിശ്വാസമല്ലേ? ആണ്. ചേച്ചിക്കോ? ആണ്. കർത്താവിന് വേണ്ടി ജീവിച്ചോണം. ഏറെ താമസിക്കാതെ വിടുതലായെന്ന് സാക്ഷ്യം പറയും. അതിനുള്ള പുറപ്പാട്. താമസിക്കുന്ന വീടില്ലേ? എത്ര വർഷം മുമ്പാ വീട് വെച്ചേ? എന്നാലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അവര് പുതുക്കത്തില്ലെന്നാ വിചാരിച്ചേ, നടക്കത്തില്ലെന്നാ വിചാരിച്ചേ. പക്ഷെ കർത്താവ് നടത്തിയതാ. എന്നോട് ദൈവം അങ്ങനെ പറയുവാ. ഇതൊക്കെ നിങ്ങളുടെ തുടക്ക, അത്ഭുതത്തിന്റെ തുടക്ക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. അതിനകത്ത് വിശാലത തരാൻ പോവാ. നിങ്ങളുടെ കൂടെ ഒത്തിരി സ്റ്റാഫിനെ ദൈവം തരും. ആ രൂപത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ആദരം തുറന്ന് യേശുവേ തുറക്കി ഒന്ന് വിളിച്ച് അർത്തന വൈഡപ്രഭ ശബ്ദരാധന ചില കുടുംബത്തിനകത്തേക്ക് ഈ രാവിലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ചലിക്കാൻ ആശ്വാസം നീയേ, ആശ്രയം നീ